അല്ല എന്തായാലും അദ്ദേഹം ഉത്തമനായൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഞങ്ങൾ അദ്ദേഹം അപ്പുറത്ത് നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തോട് ബഹുമാനം കാണിച്ചിരുന്ന ആളുകളാണ്. വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി നോക്കിക്കണ്ടിരുന്ന ആളാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ബഹുമാനവും ആദരവും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം മത്സരിക്കുന്ന സാഹചര്യം UDF അത് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങളുണ്ട്. ഞങ്ങൾ വിസ്മയങ്ങളുണ്ടാകും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇനിയും ഉണ്ടാവും വിസ്മയങ്ങൾ. ഇനിയും ഉണ്ടാവുമെന്ന് എത്രയും ഞാൻ പറയുള്ളൂ. ഞാൻ കഴിഞ്ഞ 3 ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ വിസ്മയം ഉണ്ടാവുമെന്ന്. അപ്പം നിങ്ങൾ ചിരിച്ചു. ഇനിയും ഉണ്ടാവും. കാരണം അതിന്റെ ഒരു ട്രെൻഡ് പുതിയുഗ യാത്രയിൽ ഞങ്ങൾ കണ്ടതാണ്. 120-ലധികം സ്റ്റേജുകളിൽ ഞാൻ പങ്കെടുത്ത നിയോജകമണ്ഡലങ്ങൾ. ഒരു 100ഓളം സ്റ്റേജുകളിൽ CPM വിട്ട ആളുകൾ, ലോക്കൽ നേതാക്കൾ കോൺഗ്രസിലും മറ്റു ഘടകകക്ഷികളിലും ചേരുകയാണ്. ഞാൻ തന്നെ എത്രയോ പേർക്ക് മെമ്പർഷിപ്പ് കൊടുത്തത്. ഞങ്ങളൊക്കെ ഒരുപാട് ജാഥകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് CPMൽ നിന്ന് ഒരു ഇറോഷൻ, ഒരു ഒഴുക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അത് താഴെ തട്ടില്ല. അത് ഭയങ്കരമായി ഞങ്ങൾ അത്ഭുതപ്പെട്ടു. പല സ്ഥലത്തും അറിയപ്പെടുന്ന ലോക്കൽ നേതാക്കളാണ് പാർട്ടി വിട്ട് വരുന്നത്. ഇതൊരു പുതിയ ട്രെൻഡാണ്. ആളുകൾക്ക് മതിയായി. ഇത് ഈ ഭരണത്തിന്റെ സൗകര്യവും അതിന്റെ മറ്റൊന്നും അനുഭവിക്കാത്ത സാധാരണക്കാരായ പാർട്ടിക്കാരാണ്. നല്ല സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ്, അറിയപ്പെടുന്ന ആളുകളാണ്. ഇഷ്ടംപോലെ ആളുകൾ പോവാണ് പാർട്ടിയിൽ നിന്ന്. ഇപ്പൊ പാലക്കാട് കണ്ടില്ലേ? പാലക്കാട് അവരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത് പാർട്ടിക്കാരല്ലേ? എത്ര പേരാണ് പോയത്? എത്ര ആളുകളാണ് പോയത്? പയ്യന്നൂരിൽ എന്താണ് സംഭവിച്ചത്? പയ്യന്നൂരിൽ കുഞ്ഞകൃഷ്ണൻ ഒരു യോഗം വിളിച്ചു ചേർത്തപ്പോൾ CPMന്റെ ഏറ്റവും വലിയ കോട്ടയായ പയ്യന്നൂരിൽ എന്തായിരുന്നു ജനങ്ങളുടെ പ്രതികരണം? പാർട്ടിക്കാരുടെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളിത് എഴുതി വെച്ചോ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയാണ് കേരളത്തിലെ CPM. അതാണ് ഈ 10 വർഷത്തെ പിണറായി ഭരണത്തിന്റെ ബാക്കി പത്രം പാർട്ടിക്ക് കൊടുത്ത ഡാമേജാണ്. ഇത്രയും പരസ്യമായിട്ട് പറഞ്ഞിട്ട് എന്ത് അനുനയ നീക്കമാണ്? പാർട്ടിയുടെ നടപടികളെയും തെറ്റായ കാര്യങ്ങളെയാണ് ഒരു മുതിർന്ന നേതാവ് വിമർശിച്ചിട്ടുള്ളത്. അത് ഞാൻ അവര് പറയട്ടെ, അവർക്ക് അഭിപ്രായം. അവര് പല കാര്യത്തിലും അഭിപ്രായം പറയില്ലല്ലോ. ഗണേഷ് കുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചില്ലല്ലോ. അവളോടൊപ്പമാണോ അവനോടൊപ്പമാണോ മുഖ്യമന്ത്രി? അവളോടൊപ്പം എന്ന് പറയുകയും അവനോടൊപ്പം നിൽക്കുകയും ചെയ്യാൻ യഥാർത്ഥത്തിൽ എന്തൊരു നിലപാടാണ്. അങ്ങനെയല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. പിണറായി മുഖ്യമന്ത്രിയാണെന്ന് എനിക്കെതിരല്ല. പുള്ളിയുടെ പ്രശ്നം എന്താണ്? പുള്ളിയുടെ CPMനെ ബാധിച്ചിരിക്കുന്ന മൂല്യ തകർച്ചയാണ്. CPM നേതാക്കളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. CPM നേതാക്കളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര വലിയ നിലവാര തകർച്ചയും പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നും പോയിരിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനം. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഗൂഢാലോചന നടത്തിയിട്ടൊന്നുള്ള തീരുമാനമല്ലല്ലോ അത്. അദ്ദേഹത്തിന്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളുടെ പ്രതികരണം പറഞ്ഞു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്ത് പറയാം. നമുക്ക് ഒറ്റയ്ക്ക് അല്ല, ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ലല്ലോ. പാർട്ടിയിൽ തീരുമാനം എടുക്കണം, ഞങ്ങൾ മുന്നണിയിലും നമ്മൾ തീരുമാനം എടുക്കണം. അല്ല, അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ തമ്മിൽ ഞങ്ങൾ സംസാരിക്കുമല്ലോ. നാച്ചുറൽ അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തമ്മിൽ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കും. എല്ലാ ദിവസവും ഓരോ വിഷയം ഉണ്ടാകുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും രാവിലെ ഓരോ സംഭാവന. അപ്പം ഞങ്ങൾ രാവിലെ പാർട്ടി നേതാക്കൾ തമ്മിൽ ആലോചിക്കും. ഞങ്ങൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ UDF നേതാക്കൾ തമ്മിൽ എല്ലാ ദിവസവും ഞങ്ങൾ ചർച്ച നടത്തും. ഇന്നും ചർച്ച നടത്തും. ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും. ഞങ്ങളെപ്പോഴും ഓൺലൈനാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു. അനുനയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതിന്റെ ഏരിയയില് അതങ്ങനെയാണല്ലോ. ഈ അവരുടെ കൂടെ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ഇനി പണ്ട് പറഞ്ഞ കാര്യം ഒന്നുകിൽ പെണ്ണ് കേസിൽ പ്രതിയാക്കും, അല്ലെങ്കിൽ കളവ് കേസിൽ പ്രതിയാക്കും, അല്ലെങ്കിൽ പറഞ്ഞ് നശിപ്പിച്ചളയും. ഇതാണല്ലോ മെയിൻ പരിപാടി. ഏറ്റവും മെയിൻ പരിപാടി ഇതാണല്ലോ. ഞാനതിനോട് യോജിക്കുന്നില്ല. അദ്ദേഹം നല്ല ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. അദ്ദേഹം എടുത്ത തീരുമാനത്തിന്റെ കൂടെ ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. പിന്നെ മാത്രമല്ല, ശ്രീ പിണറായി വിജയനും VS അച്യുതാനന്ദനൊക്കെ പ്രതാപികളായി നിൽക്കുന്ന കാലത്ത് ജില്ലാ പാർട്ടിയുടെ യഥാർത്ഥ നേതാവ് ശ്രീ G. സുധാകരനായിരുന്നു. അദ്ദേഹത്തിന് പാർട്ടിയിൽ അത്രയും സ്വാധീനമുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ പാർട്ടിയിൽ, മറ്റു പാർട്ടിയിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് പോലും ആദരവുണ്ടാക്കിയ ഒരാളാണ് അദ്ദേഹം. ഞാനിത് ഇപ്പോഴല്ല പറയുന്നത്. മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്.
അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ 8ഓളം മന്ത്രിമാർക്കെതിരായിട്ട് അഴിമതി ആരോപണം ഉന്നയിച്ച ആളാണ്. അന്ന് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് നീതിമാനായ ഒരു മന്ത്രിയാണെന്ന്. അത്ര ആദരവ് ഞങ്ങളിലുണ്ടാക്കിയ ഒരാളാണ്, സ്വന്തം പാർട്ടിക്കാരിലുണ്ടാക്കില്ല അദ്ദേഹം. സ്വാഭാവികമായിട്ടും എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി വളരെ ആദരവാണ്. ഞാൻ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും ഒക്കെ ഞാൻ വളരെ വളരെ നമുക്ക് ഉണ്ടാവുമല്ലോ, ഇപ്പൊ അപ്പുറത്തെ പാർട്ടിയിൽ നമുക്ക് ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ, അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാണ് ഞാനിത്. ഇപ്പോൾ അദ്ദേഹം പാർട്ടി വിട്ടതുകൊണ്ടല്ല പറയുന്നത്, അദ്ദേഹം മന്ത്രിയായി ഇവിടെ ഒരു പാല ഉദ്ഘാടനത്തിന് ഇവിടെ വന്നപ്പോഴും ഞാൻ എന്റെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ അധികം മന്ത്രിമാരെ പറ്റിയൊന്നും നമുക്ക് പറയാൻ പറ്റിയിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയും സവിശേഷതയൊക്കെ ഉണ്ട്. അഴിമതി തൊട്ടുതീണ്ടാത്ത ഒരാളാണ്, നല്ല പൊതുപ്രവർത്തകനാണ്, നല്ല നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരാളാണ്. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിൽക്കുമ്പോഴും നമ്മളിത് പറഞ്ഞിരുന്ന ഒരാളാണ്. അല്ല, ഞാൻ അതിനെക്കുറിച്ച് ഞങ്ങളൊരു അസസ്മെന്റ് നടത്താതെ ഇപ്പൊ അദ്ദേഹത്തിന് വിജയസാധ്യതയാണെന്നുണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ വന്നാലോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞങ്ങൾ അതിൻ്റെ അകത്ത് പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനം പറയട്ടെ. ഞങ്ങൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ പൊളിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷനും ഞങ്ങൾ അസസ് ചെയ്തിട്ട് UDF ഒരു തീരുമാനം പറയും. ഇപ്പോഴേ ഞാൻ കയറി അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവരെ പറയാൻ പാടില്ലല്ലോ.